പ്രതീക്ഷിച്ച വിജയത്തിലേക്ക് കടന്നു വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയും 2-3 മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വോട്ടെണ്ണാനുണ്ട്. ആ വോട്ടെണ്ണൽ കൂടി കഴിയുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് 10,000-ന് മുകളിലുള്ള വോട്ടിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. ആ വോട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. എന്തായാലും നിലമ്പൂരിലെ ജനങ്ങളോട് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന ഇത് UDF ആണ്. UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ അവിടെ നേരിട്ടത്. അത് എല്ലാ ഘടകകക്ഷികളും നേതാക്കന്മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർ സമയം ചെലവഴിച്ചുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ വിജയം കൈവരിക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയാണ് മുമ്പോട്ട് പോയത്. തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ ഉണ്ടായ വിജയമെന്ന കാര്യം അത് അടിവരയിട്ട് തന്നെ പറയേണ്ടത് തന്നെയാണ്. അതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും ഈ രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലി പിന്തുടരുമെന്നുകൂടി തന്നെയാണ് രാവിലെ മുതൽ കോൺഗ്രസ് നേതാക്കൾ നമ്മോടൊപ്പം പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയത്.